ഹായ്. നിങ്ങൾക്ക് എന്തിലെങ്കിലുമൊക്കെ വിശ്വാസം ഉണ്ടോ? എൻ്റെ ചോദ്യം ഉണ്ടാ. ഇവൻ എനിക്കുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഒരു ചെറിയൊരു കണക്ഷൻ ആരൊക്കെയോ തരുന്നതായിട്ടൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ലൈഫിൽ നടക്കണ ഓരോ ഇൻസിഡൻറ്റുകളും ഓരോ ചില നിമിത്തങ്ങൾ എന്ന് പറയൂലേ, അതൊക്കെ കൂട്ടിച്ചേർത്ത് എല്ലാം കൂടി ചേർത്തിട്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. ചില ചില ഭാഗങ്ങളായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഫസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള രീതിക്കായിട്ടാണ് ഞാൻ ചെയ്യണത്. എനർജി അത് ഈ ഭൂമിയിൽ ഈ യൂണിവേഴ്സിലുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാല് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാല് അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു എയിം എന്ന് പറയും. പണ്ടുള്ളവർ പറയും, നിനക്കൊരു എയിം വേണം, നിനക്കൊരു എയിം വേണമെന്ന് പറയും. നമ്മൾ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു എല്ലാവരും ഒരു എയിം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ജോലി മാത്രമല്ല, എല്ലാവർക്കും ഒരു ഈ ഭൂമിയിൽ ജനിക്കണവരെല്ലായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്നായിരിക്കും നിങ്ങളുടെ വരുമാനം വന്നതും നിങ്ങൾ ജീവിക്കാൻ പോണതും നിങ്ങളുടെ അടുത്ത ജനറേഷനും നിങ്ങളുടെ അച്ഛൻ അമ്മ മാതാപിതാ ഗുരു ദൈവം ഈ സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആരും അതിനൊരു വകവെക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാരും അവരവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ശരിയാണ്, അവരവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. അച്ഛനമ്മ എന്നുള്ളത് ഒരിക്കലും മറക്കരുത് നമ്മൾ. അവരാണ് നമ്മളെ ഉണ്ടാക്കിയത്, അവരാണ് നമുക്ക് ജീവൻ തന്നത്, അതിൽ നിന്നാണ് നമ്മ വളർന്നത്. ആ ഒരു അവര് തന്നൊരു എനർജി എന്നാണ് നമ്മൾ ഇത്രയും ഇവിടം വരെ എത്തിയത്. അപ്പൊ അവരെ നമ്മ ഒരിക്കലും തഴയുകയോ മറക്കുകയോ ചെയ്യരുത്. പിന്നെ ഗുരുവാണ്, മാതാപിതാ ഗുരു. ഗുരു എന്ന് പറയുന്നത് നമുക്കറിയാത്ത എന്ത് കാര്യം ആര് പറഞ്ഞു തന്നാലും, ഇവനൊരു കൊച്ചുകുട്ടിയോ അല്ലെങ്കിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ സാറോ ടീച്ചറോ ആരും ആവാം, സ്ട്രേഞ്ചറോ ആരും ആവാം, നമുക്കറിയാത്തൊരു കാര്യം നമ്മൾക്കൊരാൾ പറഞ്ഞു തന്നാൽ അയാൾ നമ്മളുടെ ഒരു ചെറിയൊരു ഗുരുവായിട്ട് കാണുക. അത് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രോട്ടാ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ അയാളെ ഒരു ഗുരുവോ അല്ലെങ്കിൽ എന്താ പറയുക റെസ്പെക്ട് ചെയ്യുക. അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആയിരിക്കില്ലല്ലോ. അപ്പോ പഠിക്കുക, കൂടുതൽ അറിയാൻ ശ്രമിക്കുക, നോളജ് ഉണ്ടാക്കുക, ഈ ഭൂമിയിലുള്ള എനർജിയെ കുറിച്ച് മനസ്സിലാക്കുക, ആ ഒരു എനർജി സ്വന്തം ശരീരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ ഒരു സമയം നിങ്ങൾക്ക് ആയെന്ന് നിങ്ങൾ കരുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വരും. എല്ലാവരും കാശിന് വേണ്ടിയാണ് ഈ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കണത്. കാശ് മാത്രമല്ല, കാശിന് വേണ്ടി കുറെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. ലൈഫിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രായമായി കഴിഞ്ഞാൽ മരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്, രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ചിന്തിക്കുക, മൈൻഡ് ഫ്രീ ആക്കുക, കുറെ നോളജ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അത് ചെയ്യുക. ഇവൻ എല്ലാവരുടെയും ലൈഫിൽ എല്ലാവരുടെയും ശരീരത്ത് അയാൾക്കൊരു കഴിവും അയാൾക്കൊരു ബുദ്ധിയും അയാൾക്കൊരു അതിനാ എടുത്തു പറയാൻ എന്താന്ന് പറയാ, എനിക്ക് അതൊരു കഴിവാണ്. ഓരോ മനുഷ്യനും ഒരു കഴിവുണ്ട്. ഒരു കഴിവല്ല, എല്ലാ കഴിവും ഒരു മനുഷ്യനുണ്ട് കേട്ടാ. ഭൂമിയിൽ എല്ലാ കഴിവും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. പക്ഷെ ചില കഴിവുകൾ അവർക്ക് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കും. ചിലവർക്ക് ടീച്ചർ ആവാൻ, ചിലവർക്ക് ഒരാളെ ഈവൻ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ വരക്കാൻ, ആർട്ടിസ്റ്റ്, പല പല കഴിവുകളുണ്ട് ഈ ഭൂമിയിൽ. എഴുതാൻ, ഇവൻ നീന്താൻ, പല കഴിവ്. ഈ ലോകത്തില്ലാത്ത കഴിവുകളൊന്നുമില്ല, എല്ലാ കഴിവും എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളായിട്ട് കണ്ടെത്തുക നിങ്ങളുടെ കഴിവ്. ആ കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനവും വേറെ എല്ലാം
സൗഭാഗ്യങ്ങളെല്ലാം കിട്ടും കേട്ടാ. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതിലോട്ട് എത്തണം. അത് ഏത് രീതിക്ക് എത്തണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും, ചില വിശ്വാസങ്ങൾ, ചില കണക്ഷന് കൊടുക്കുക. കണക്ഷൻ അത് എത്ര പേർക്ക് അത് ആക്സെപ്റ്റബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതുണ്ട്, ആ ഒരു എനർജി ഉണ്ട്, ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വേണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം കാണാം. എൻ്റെ ചെറിയ തോട്ട്സുകളാണ് ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ ഇടുന്നത്. അപ്പോൾ ഇപ്പൊ ചിലവർക്ക് അത് കാണുമ്പോൾ അതൊരു കണക്ഷനായിട്ടൊക്കെ തോന്നാം. ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു സത്യമാണെന്ന്. അതൊരു സത്യമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, കുറെ ആഗ്രഹിക്കുക. ഈ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തരും. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കുറെ കാശ് തന്നെ, എനിക്ക് കുറെ കാശ് തന്നെ, എനിക്ക് കുറെ കാശ് തന്നെ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇപ്പം ഇരിക്കണ ആ ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. സ്ട്രെസ് മാറാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് മാറാൻ പറ്റും. ഇവനൊരു സന്തോഷം വേണോ, നിങ്ങൾ തന്നെ ആഗ്രഹിക്കണം. അത് വേറെ ആരും കൊണ്ടുവന്ന് തരൂല. ഇവൻ നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങളുണ്ടാ, നിങ്ങൾ തന്നെ വിചാരിക്കണം. വേറെ ആരും അത് മാറ്റാൻ പറ്റൂല. കുറെ ഡോക്ടറിനെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോൾ നമ്മ ഫുഡ് കഴിക്കണതിൻ്റെ ചില രീതികളിലെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മ വ്യായാമം ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. കുറെ പേര് ജ്യോതിഷത്തിൻ്റെ പോയിട്ട് നമ്മൾ ചില ദൈവങ്ങളിൽ ഒരു കാര്യങ്ങൾ അർപ്പിച്ചാൽ മതി, അവരോട് നമ്മ സംസാരിച്ചാൽ മതി. ദൈവത്തിന്റെ മാത്രമല്ല, എല്ലാനും. ഞാൻ പറയാം, ഞാനൊരു വിശ്വാസി തന്നെയാണ്. അത് ചില കാര്യങ്ങൾ നമുക്ക് ഒരു കണക്ഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ആ രീതിക്ക് ആവണത്. അല്ലെങ്കിൽ അതൊരു ചിലവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ടെന്ന്, ജനിക്കുമ്പോ തന്നെ ഒരു സാധനം ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്ന് പ്രയത്നിച്ചാൽ മാത്രം മതി. സിമ്പിളായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും. ഓക്കെ.